Good evening all, welcome to Prepwise. Target CUET 2023 സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നും ഇംഗ്ലീഷ് പാർട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. CUET 2022 ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പാസേജ് ക്വസ്റ്റ്യൻ ആണ്. 2 പാസേജസ് ഉണ്ട്. നമുക്ക് ഓരോ പാസേജിൻ്റെ വായിച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നെക്സ്റ്റ് പാസേജിലേക്ക് കടക്കാം. I hope you all are ready. Start. When I was growing up, my father said something to me I will never forget. Son, when you were born, you cried while the world rejoiced. Live your life in such a way that when you die, the world cries while you rejoice. We live in an age when we have forgotten what life is all about. We can easily put a person on the moon, but we have trouble walking across the street to meet a new neighbor. We can fire a missile across the world with pinpoint accuracy, but we have trouble keeping a date with our children to go to the library. We have email, fax machines and digital phones so that we can stay connected, and yet we live in a time where human beings have never been less connected. We have lost touch with our humanity. We have lost touch with our purpose. We have lost sight of the things that matter the most. അപ്പം എന്താണ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഓദറിനോട് അച്ഛൻ പറയാണ്, നീ ജനിച്ചപ്പം എല്ലാവരും നീ കരഞ്ഞിരുന്നു, ബാക്കി എല്ലാവരും സന്തോഷിച്ചിരുന്നു, നീ മരിക്കുമ്പോൾ എല്ലാവരും കരയണം, നീ സന്തോഷിക്കുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ലൈഫ് ലീവ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ കാലത്തുള്ള ലൈഫ് പറയുന്നു, അതായത് ഇപ്പം വളരെ സയൻസൊക്കെ ഭയങ്കര ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സ്വന്തം സ്ട്രീറ്റിൽ തന്നെ പുതിയൊരു നൈബറിനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ചിൽഡ്രനോട് ടൈം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് കണക്ഷനൊക്കെ എല്ലാം കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വി ഹാവ് ലോസ്റ്റ് ടച്ച് വിത്ത് അവർ ഹ്യൂമാനിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു പാസേജ് ബേസ് ചെയ്ത് നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കാം. വാട്ട് ഡസ് ദ ലൈൻ ലീവ് യുവർ ലൈഫ് ഇൻ സച്ച് എ വേ ദാറ്റ് വെൻ യു ഡൈ ദ world cries while you rejoice indicate about the kind of life that the father wanted his son to live? Option A, life of selfishness. Option B, a life of good deeds. Option C, a life of fun and adventure. Option D, a life of pain and humiliation. എന്താണ് live your life in such a way that when you die the world cries while you rejoice. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, എ ലൈഫ് ഓഫ് ഗുഡ് ഡീഡ്സ്. അങ്ങനെയാണെങ്കിലാണ് ആളുകൾ കൂടുതൽ ഓർത്ത് വെക്കുക നമുക്ക് പറയാൻ പറ്റും അല്ലേ. അടുത്തത് റീസൺ ഫോർ ബീങ് ലെസ് കണക്റ്റഡ് ഇസ് ദാറ്റ് എന്തുകൊണ്ടാണ് ലെസ് കണക്റ്റഡ് ആവാനുള്ള കാരണം? ബിക്കോസ് വി ഡോണ്ട് കെയർ അബൌട്ട് എനി വൺ ആണോ, ആർ ടു ബിസി വിത്ത് അവർ പൾസ്, ഹാവ് ലോസ്റ്റ് ടച്ച് വിത്ത് ഹ്യൂമാനിറ്റി, ഡി ലീവ് എ പർപ്പസ്ഫുൾ ലൈഫ്. എന്ത് നമുക്ക് പറയാം? വി ഹാവ് ലോസ്റ്റ് ടച്ച് വിത്ത് ഹ്യൂമാനിറ്റി നമുക്ക് പറയാം അല്ലേ. പാസേജിൽ അത് പറയുന്നുണ്ട്. When did the father give the precious advice to his son? Option A, when he was a toddler, when he was growing up, when he was a grown-up man, when he was married. തുടക്കത്തിൽ എന്താ പറയുന്നുണ്ട്? ഗ്രോയിങ് അപ്പ്, വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറഞ്ഞത്. അപ്പം when he was growing up. According to the passage, what have we forgotten in our life? What is death? What life is all about? What should we do to meet our friends? What rules our life? അപ്പം ഓദർ പറയുന്നുണ്ടല്ലോ, ഓദറിൻ്റെ ഫാദർ പറയുന്നുണ്ട് എന്താണ്, നമ്മൾ എന്താണ് ലൈഫിനെ പറ്റിയിട്ടെന്ന് നമ്മൾ മറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഓപ്ഷൻ ബി, വാട്ട് ലൈഫ് ഈസ് ഓൾ അബൌട്ട്. But we have trouble walking across the street to meet a neighbor. Indicates our അത് ലേസിനെസ് ആണോ, ഇൻഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ് ആണോ, ബിസി ലൈഫ് ആണോ, ഹേറ്റ് ഫോർ ദ നെയ്ബർ ആണോ? പറയുന്ന ഒരു സ്ഥലത്ത് നമുക്ക് മാസിലെ കാര്യങ്ങളും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഓപ്പോസിറ്റ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഹ്യൂമൻ കണക്ഷൻ നമ്മൾ ചെയ്യുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ഒരു ഇൻഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ് നമുക്ക് പറയാം. Why does the writer derive that we have lost touch with our humanity? എന്തുകൊണ്ടാണ് അത് പറയുന്നത്? വി ഹാവ് ലോസ്റ്റ് ടച്ച് വിത്ത് അവർ ഹ്യൂമാനിറ്റി ബിക്കോസ് വി ഹാവ് ലാൻഡഡ് ഓൺ ദ മൂൺ, ബിക്കോസ് വി ക്യാൻ ഫയർ മിസൈൽസ് വിത്ത് ആക്യുറസി, ബിക്കോസ് സയൻസ് ഹാസ് ഡെവലപ്ഡ് മച്ച് ആൻഡ് മെയ്ഡ് us arrogant, ബിക്കോസ് പീപ്പിൾ ഹാവ് ബിക്കം ഇൻഡിഫറെൻറ്റ് ടു ഹ്യൂമൻ വാല്യൂസ് ആൻഡ് ഫീലിങ്സ്. ഏതാണ്? എന്തുകൊണ്ടാണ് നമ്മൾ ഹ്യൂമാനിറ്റിയായിട്ട് ടച്ച് ലോസ് ചെയ്തിട്ടെന്ന് പറഞ്ഞത്? സയൻസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ പാസേജിൽ. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റാം? സയൻസ് അത്രയും ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ഹ്യൂമൻലി നമ്മുടെ ആ ഒരു ക്വാളിറ്റീസൊക്കെ നമുക്ക് എന്താണ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കണക്ഷൻ കുറയുന്നുണ്ട്, ഒക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ എന്താണ്? ഓപ്ഷൻ സി. അടുത്ത നമ്മൾ വായിക്കാൻ പോകുന്ന ഈ പാസേജ്, ഹി സൗണ്ടഡ് ദ ക്ലാക്കർ ടിൽ ഹിസ് ആം ached and at length his heart grew sympathetic with the bird's thwarted desires. They seemed like himself to be living in a world which did not want them. Why should he frighten them away? They took upon more and more the aspect of gentle friends and pensioners, the only friends he could claim as being in the least degree interested in him, for his aunt had often told him that she was not. He ceased his rattling and they alighted anew. Poor little dears, said Jude aloud, you shall have some dinner, you shall.
There is enough for us all. Farmer Trotham can afford to let you have some. Eat, then, my dear little birdies, and make a good meal. They stayed and ate inky spots on the nut-brown soil, and Jude enjoyed their appetite. A magic thread of fellow feeling united his own life with theirs. Puny and sorry as those lives were, they much resembled his own. His clacker he had by this time thrown away from him, as being a mean and sordid instrument, offensive both to the birds and to himself as their friend. All at once he became conscious of a smart blow upon his buttocks, followed by a loud clack, which announced to his surprised senses that the clacker had been the instrument of offense used. The birds and Jude started up simultaneously, and the dazed eyes of the latter beheld the farmer in person. The great Trotham himself, his red face glaring down upon Jude's cowering frame, the clacker swinging in his hand. ഇതിലെന്താണ് പറയുന്നത്? ക്ലാക്കർ എന്ന് പറഞ്ഞാൽ ഒരു തരം ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാനുള്ള രണ്ട് എന്താ വട്ടത്തിലുള്ള സ്പിയറൊക്കെ പോലെ തന്നെ. ഇവിടെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ എനിക്ക് തോന്നുന്നു ബേർഡ്സിന് ആ ഒരു ഫാമിൽ വരാണ്ടിരിക്കാൻ, അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് നരേറ്റർ ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അപ്പം കുറേ ചെയ്തപ്പം കൈ വേദനിച്ചു. അപ്പോൾ വിചാരിച്ചു ഇനി വേണ്ട, ബേർഡ്സിന് എന്താണ് അവിടെ ഉള്ള കാര്യങ്ങൾ ഫാമിലുള്ളത് കഴിക്കാനാണല്ലോ വന്നത്. അപ്പം കുറച്ച് സിമ്പത്തറ്റിക് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, they seemed like himself to be living in a world which did not want them. അപ്പം അവനെ പോലെ തന്നെ തോന്നി ആ ഒരു ബേർഡ്സ്. ആൻഡ് അപ്പോൾ തോന്നി എന്തുകൊണ്ട് ആക്കണം, അവരെ ഓടിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അവരോട് കഴിക്കാനൊക്കെ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് അതിൻ്റെ ഫാർമറായിട്ടുള്ള ആൾ വരുന്നു, ഇവനും ഒരു അത് വെച്ചിട്ട് ഒരു അടി കിട്ടുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് പറയുന്നത്. അപ്പം അവനും ഇത്ര ഈ ബേർഡ്സ് കഴിക്കുന്നതൊക്കെ ജൂഡ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം he ceased his rattling. What does rattling refer to? Shutting of door, noise of clacker, tweeting of birds, birds what to decide. അപ്പോൾ ഒരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, ക്ലാക്കർ വെച്ചിട്ട്. അപ്പം അതിൻ്റെ നോയ്സിനാണ് നമുക്കിവിടെ റാറ്റ്ലിംഗ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത എന്താണ്, യു ഷാൾ ഹാവ് സം ഡിന്നർ. യു ഷാൾ, ഹു ഷാൾ ഗെറ്റ് സം ഡിന്നർ. ആരോടാണ് യു എന്ന് ഉദ്ദേശിക്കുന്ന? ആരെയാണ്? ജൂഡാണോ, ഫാർമർ ട്രോതം ആണോ, ബേർഡ്സ് ആണോ, ക്ലാക്കർ ആണോ? ഇവിടെ ആൻസർ ബേർഡ്സ് ആണ്. ജൂഡ് ബേർഡ്സിനോടാണ് ഈ കാര്യം പറയുന്നത്. അടുത്തത്, which of the following statements is not true? Jude loved to see birds eating food. Clacker was not a pleasant instrument to Jude later. Birds did not eat food. Jude sounded the clacker. എന്താണ് ഇതിലേതാണ് ശരിയല്ലാത്തത് എന്നാണ് നോക്കേണ്ടത്. Jude loved to see birds correct ആണ്. Clacker was not a pleasant instrument to Jude later. Birds did not eat food. Jude sounded the clacker. ഏതാണ്? Birds did not eat food. Birds actually കഴിക്കുന്നുണ്ട്. ഇതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എയിൽ പറയുന്നത് ബേർഡ്സ് വർ വെരി ഗുഡ് ആൻഡ് ഓൾഡ് ഫ്രണ്ട്സ് ഓഫ് ജൂഡ്. നെക്സ്റ്റ്, ജൂഡ് കൺസിഡർ ബേർഡ്സ് ആസ് ഹിസ് ഓൺലി ഫ്രണ്ട്സ്. ബേർഡ്സ് ഹാഡ് സം ഡിന്നർ. ബേർഡ്സ് വർ നോട്ട് പ്യൂനി. ബേർഡ്സ് റാറ്റിൽ ജൂഡ്സ് ക്ലാക്കർ. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വരിക? ഫസ്റ്റ് വൺ കറക്റ്റ് അല്ല, സെക്കൻഡ് വൺ കറക്റ്റ് ആണ്. ജൂഡ് കൺസിഡർ ബേർഡ്സ് ആസ് ഹിസ് ഓൺലി ഫ്രണ്ട്സ്. ബേർഡ്സ് കഴിച്ചിട്ടുണ്ട്. ബേർഡ്സ് വർ പ്യൂനി എന്ന് പറയുന്നുണ്ട് ഭയങ്കര ടൈനി ആയിട്ടുള്ള രീതിയിൽ, പക്ഷെ ഇവിടെ വേർഡ് നോട്ട് ആണ്, അത് കറക്റ്റ് അല്ല. ബേർഡ്സ് റാറ്റിൽ ജൂഡ്സ് ക്ലാക്കർ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ എന്താണ് ഓപ്ഷൻ സി ആയിട്ടുള്ള BC. ഇനി അടുത്തത് എന്താണ്, ജൂഡ്സ് ഫെലോ ഫീലിംഗ് വിത്ത് ബേർഡ്സ് ക്യാൻ ബി ഡിസ്ക്രൈബ് ആസ് വൺ ഓഫ്. ഓപ്ഷൻ എ സിമ്പത്തി ആണോ, എംപത്തി ആണോ, അതോ അപ്പത്തി ആണോ, അതോ ആൻറ്റിപ്പത്തി ആണോ? നമുക്ക് സിമ്പത്തി എമ്പത്തിന്ന് വെച്ചിട്ട് കൺഫ്യൂഷൻ വരും. അവരെ അവസ്ഥ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നത് നമ്മൾ എമ്പത്തി എന്നാണ് സാധാരണ പറയുക. പക്ഷെ നമ്മൾ പാസേജിൽ സിമ്പത്തി മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ ചൂസ് ചെയ്യാം. They seemed like himself to be living in a world which did not want them. What does this line tell about Jude? Option A, the birds were unhappy. Option B, Jude looked like a bird. C, Jude seemed to be unhappy. D, Jude was indifferent to the world. ഏതാണ് ഈ ലൈന്? ജൂഡിനെ പറ്റിയിട്ട് എന്താണ് പറയുന്നത്? അല്ല, ജൂഡ് ഭയങ്കര അൺഹാപ്പി ആണ് അല്ലേ, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ രണ്ട് പാസേജ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ പാസേജ് വീണ്ടും വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു റീഡിങ് കോംപ്രിഹെൻഷനൊന്നും ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് റീഡിങ്ങിലൊന്നും ആൻസർ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പം നിങ്ങളിങ്ങനെ ഓരോ പാസേജസ് നമ്മളിങ്ങനെ സെഷനിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ വീണ്ടും വായിക്കാൻ, നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഒക്കെ നോക്കുക, ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നത്തുള്ള വീഡിയോസൊക്കെ ചെക്ക് ചെയ്യാം. ഇതുപോലെ ഒരുപാട് പാസേജസും അല്ലാതെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനി +2 ശേഷം ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലാണ് പഠിക്കാൻ താല്പര്യം, നിങ്ങൾക്ക് CUET 2023 ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ ജോയിൻ ചെയ്യാം? Prepwise ജോയിൻ ചെയ്യാം. Prepwise നിങ്ങൾക്ക് എക്സ്പേർട്ട് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സസ്, നോട്ട്സ്, ടോപ്പിക് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, നിങ്ങളുടെ കൂടെ കുറേ മെൻറ്റേഴ്സ് ഉണ്ടാവും, ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, അങ്ങനെ ഒരുപാട്
ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിലൂടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. Okay, so that's all, and thank you for watching this video. Bye bye.